ഇത്രയേ ഉള്ളൂ നമ്മുടെ മത്തങ്ങ പരിപ്പ് കറി തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കുന്ന പരിപാടി. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറിയും ഒരു നാടൻ കറി തന്നെയാണ്. എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ മത്തങ്ങയും പരിപ്പും ചേർത്തിട്ടുള്ള കറി. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കറിയാണിത്. ഒരുപാട് ലൂസായിട്ടുള്ള ഗ്രേവിയല്ല, കുറച്ച് കൊഴുപ്പുള്ള ആ ഒരു കട്ടിയുള്ള ഗ്രേവിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. മത്തങ്ങ എങ്ങനെ ഉണ്ടാക്കിയാലും കറികൾ നല്ലതാണ്. അപ്പോൾ മത്തങ്ങയും പരിപ്പും ചേർത്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ പുളി ആവശ്യമുണ്ടെങ്കിൽ ചെറിയൊരു പീസ് തക്കാളി ചേർക്കുക. ഒരു തക്കാളി മുഴുവൻ തന്നെ ചേർക്കണം എന്നില്ല കേട്ടോ, ഒരു തക്കാളിയുടെ പകുതി ചേർത്താലും മതി. അത് പുളി ആവശ്യമുണ്ടെങ്കിൽ മാത്രം. പുളി ഇല്ലാതെ ഉണ്ടാക്കുകയാണ് ഈ കറിക്ക് ടേസ്റ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മത്തങ്ങയും പരിപ്പും ചേർത്തിട്ടുള്ള കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1/4 കിലോ മത്തങ്ങ എടുത്തിട്ടുണ്ട്. മത്തങ്ങയുടെ തൊലിയും കുരുവൊക്കെ മാറ്റുന്നതിന് മുന്നേ ഉള്ള അളവാണ് 1/4 കിലോ മത്തങ്ങ എന്നുള്ളത്. അതിലേക്കായിട്ട് ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്. ഉള്ളി ആണെങ്കിൽ ഒരു 10 ഉള്ളി എടുക്കുക, സവോള ആണെങ്കിൽ ഒരു ചെറിയ സവോള എടുക്കുക. അപ്പോൾ ഉള്ളി എല്ലാവർക്കും നന്നാക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതുകൊണ്ടാണ് സവോള എടുത്തത്. 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവനുസരിച്ച് പച്ചമുളക് ചേർക്കാം. എൻ്റെ കയ്യിലുള്ള പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് ഞാൻ 2 എണ്ണേ ചേർക്കുള്ളൂ. ഞാനിപ്പോൾ എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ 3 എണ്ണം എടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് തൂരപ്പരിപ്പ് നമ്മൾ 1 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ വയ്ക്കുകയാണെങ്കിൽ വേഗം കുക്കായി കിട്ടും. നിങ്ങളുടെ കയ്യിലുള്ള പരിപ്പിൻ്റെ കുക്കിംഗ് ടൈം അനുസരിച്ച് അത് വ്യത്യാസം വരാം കേട്ടോ. എൻ്റെ കയ്യിലുള്ള പരിപ്പ് 1 മണിക്കൂർ സോക്ക് ചെയ്തിട്ടാണെങ്കിൽ ഒറ്റ വിസിലിൽ കുക്കായി കിട്ടും. അപ്പോൾ മത്തങ്ങയും പരിപ്പ് ഒരുമിച്ച് തന്നെ ചേർത്തിട്ട് കുക്ക് ചെയ്യാൻ വയ്ക്കാം. അല്ല നിങ്ങളുടെ കയ്യിലുള്ള പരിപ്പ് 2 or 3 വിസിൽ വരുമ്പോഴേ വെന്ത് വരുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം പരിപ്പ് വേവിച്ചിട്ട് അതിന് ശേഷം മത്തങ്ങ ചേർത്ത് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു കുക്കർ എടുക്കട്ടെ. അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ഞാൻ വെള്ളത്തോടു കൂടി തന്നെ ചേർക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ പരിപ്പ് കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അങ്ങനെ തന്നെ ചേർക്കാം കേട്ടോ, കട്ട് ചെയ്യൊന്നും വേണ്ട, ഇതുപോലെ തന്നെ ചേർക്കാം. കുക്കായി വരുമ്പോൾ കറക്റ്റ് ആയിക്കോളും. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക്, ഞാനിപ്പോൾ 2 പച്ചമുളക് ഇതുപോലെ ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കുന്നില്ല, എരിവ് കൂടാതിരിക്കാനാണ് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കാത്തത്. പിന്നെ നമ്മുടെ മത്തങ്ങ നമ്മൾ എരിശ്ശേരിക്ക് കട്ട് ചെയ്യുന്ന പോലെ കുറച്ച് വലുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് മത്തങ്ങയ്ക്കും പരിപ്പിനും എല്ലാം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. പച്ചമുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് നമ്മുടെ ജീരകപ്പൊടിയാണ്. ചെറിയ ജീരകം, നമ്മുടെ ക്യുമിൻ സീഡ്സ് വറുത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതൊരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇതിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്, അതുകൊണ്ട് ഞാൻ വെള്ളം ചേർക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ വെള്ളം ചേർക്കാം കേട്ടോ. നിങ്ങൾ എടുക്കുന്ന പരിപ്പിനും മത്തങ്ങയ്ക്കൊക്കെ അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇതിലേക്ക് വേപ്പില ചേർക്കണം എന്നുണ്ടെങ്കിൽ 2 or 3 ഇതിൽ വേപ്പില ചേർക്കാം. ഞാനിപ്പോൾ ലാസ്റ്റ് വേപ്പില ചേർക്കുന്നുള്ളൂ, ഇപ്പോൾ ചേർക്കുന്നില്ല. ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കുക്കറിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട്. ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്കിനി ഒന്ന് തുറക്കാം. പരിപ്പും മത്തങ്ങയും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ചെറുതായിട്ട് ഒന്ന് ഉടയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ കറിക്ക് കൊഴുപ്പുണ്ടാവാനാണ് നമ്മൾ ഇതുപോലെ വേവിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഗ്രേവി എടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് വേണ്ട വറവ് ചേർക്കാം. അപ്പോൾ വറവ് ചേർക്കാനായിട്ട് നമ്മൾ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി പാനൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. നമ്മുടെ സവോളയും കൂടി വഴറ്റിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം.
കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 3 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സവോളയും ചേർത്ത് കൊടുക്കാം. കറിയുടെ എരിവൊക്കെ ചെക്ക് ചെയ്യുക. എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് ഈ സവോളയുടെ കൂടെ ഇട്ടിട്ട് വഴറ്റിയെടുത്തിട്ട് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി സവോള ഒന്ന് കളർ മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. സവോള നന്നായിട്ടൊന്ന് കളർ മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കറിക്ക് മഞ്ഞ കളർ കുറവാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ. അതിനുശേഷം ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രമുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ എന്താ കറിയിലേക്ക് വറവ് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് നമുക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മത്തങ്ങ പരിപ്പ് കറി, തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കുന്ന പരിപാടി. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. സാധാരണ പറയുന്ന പോലെ തന്നെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം. അപ്പോൾ തേങ്ങ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ തന്നെ കറി ഉണ്ടാക്കിയിട്ട് കഴിക്കാവുന്നതാണ്. ഇത് കണ്ടോ, കുറുകിയ ഗ്രേവിയാണ്, തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ കറി കിട്ടുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. അതുപോലെ തന്നെ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ നമ്മുടെ റെസിപ്പീസ്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.